Okay, members. So, welcome to Study Nifty Malayalam. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്നാൽ എന്ത്, പിന്നെ ഒരു സ്റ്റോക്ക് എന്നാൽ എന്ത്, ഷെയർ എന്നാൽ എന്ത്, രണ്ടും കേൾക്കുമ്പോൾ ഒരു നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എന്നും ഷെയർ മാർക്കറ്റ് എന്നും പറയുന്നപ്പോൾ എന്താണ് സ്റ്റോക്ക്, എന്താണ് ഷെയർ, അതിന്റെ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായിട്ടും നമ്മുടെ ഐ ബട്ടണിൽ അത് ഉണ്ടാവും, നിങ്ങൾ പോയി കാണുക. ഇതൊരു സീരീസ് ആണ്, തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റാർട്ടിങ് മുതൽ കണ്ടുവരുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. എസ്പെഷ്യലി ഫോർ എ വെരി ബിഗിനർ ഞാൻ പറയുന്നത് ഐ റെക്കമെൻഡ് ഫുള്ളി ഫ്രം ദ ബിഗിനിങ്. നിങ്ങൾ ഒരു വീഡിയോ മിസ് ചെയ്യാണ്ട് സ്ലോലി നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് അറിയാത്ത പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു നല്ല ഫൗണ്ടേഷൻ കിട്ടുമെന്നുള്ളതിൽ യാതൊരു മാറ്റവും. അത്യാവശ്യം കാര്യങ്ങൾ മാത്രമേ നമ്മൾ കവർ ചെയ്യുന്നുള്ളൂ കേട്ടോ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് 1 by 1 ആയിട്ട് നമ്മൾ വളരെ എന്താ പറയുക മൈന്യൂട്ട് ലെവൽസിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. നിങ്ങൾ അത്രമാത്രം ബുദ്ധിയില്ലാത്തവരൊന്നും അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നമ്മൾ മലയാളികൾ കുറച്ചൊക്കെ അത്യാവശ്യം ഗൗരവം ഉള്ളവർ തന്നെയാണ്. സോ കുറച്ച് നമുക്ക് അറിയേണ്ടുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഒരു ക്വിക്കായിട്ട് നമ്മൾ കവർ ചെയ്ത് പോകുന്നുള്ളൂ എല്ലാ ടോപ്പിക്സിലും. ഓക്കെ, ഈ ചാപ്റ്ററിൽ നമ്മളിപ്പോൾ ഇന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ കവർ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഷെയർ മാർക്കറ്റിൽ ആരൊക്കെയാണ് മേജർ പ്ലേയേഴ്സ്, എക്സ്ചേഞ്ചസ് ഏതൊക്കെ തരം എക്സ്ചേഞ്ചസ് ഉണ്ട്, ആ എക്സ്ചേഞ്ചസിലൂടെ നമുക്ക് ഏതൊക്കെ പ്രോഡക്ട്സ് നമുക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക് നമ്മൾ കവർ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. വാട്ട് ആർ ദ മേജർ പാർട്ടിസിപ്പൻസ് ഇൻ ഷെയർ മാർക്കറ്റ്? ഓക്കെ, സോ അതിൽ ഇനീഷ്യലി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസിനെ പറ്റി തന്നെയാണ്. ബിക്കോസ് ഒരു ട്രേഡറിന് ഏറ്റവും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട എന്താണ്, ഏതൊക്കെ തരം സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് നമുക്ക് ട്രേഡബിൾ ഇൻസ്ട്രുമെന്റ്സ് നൽകുന്നു, അത് ആരൊക്കെയാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്പർ 1 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നിങ്ങൾക്ക് മനസ്സിലാക്കാം, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, BSE എന്ന് അതിന് ചുരുക്കപ്പേരിൽ പറയുന്നു. വൺ ഓഫ് ദി ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ ദ വേൾഡിൽ തന്നെ BSE അല്ല ഏറ്റവും ആദ്യം ഉണ്ടായത്, ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അത് ഇന്ത്യയിൽ ഏറ്റവും ഫസ്റ്റ് എന്ന് പറയുന്നത് BSE തന്നെയാണ്. ഓക്കെ, അപ്പൊ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഡിജിറ്റലി ഹൈ വോളിയം ട്രേഡ്സ് ഒക്കെ നടക്കുന്നത് ഇനിയൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അതിനെ NSE എന്ന് പറയുന്നു, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. NSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നും പറയുന്നത്. സോ ഇത് രണ്ടുപേരും ഓൾമോസ്റ്റ് സിമിലർ ജോബ് തന്നെയാണ്. ഇവർ രണ്ടുപേരിലൂടെ നമ്മൾക്ക് ലഭിക്കുന്നത് അവരുടെ സർവീസ്. ഇവരുടെ സർവീസ് എന്ന് പറയുന്നത് ആസ് എ ട്രേഡർ നമുക്ക് ഓൾമോസ്റ്റ് കോമൺ തന്നെയാണ്. എന്താണെന്നുള്ളത് ഞാൻ പറയാം. അടുത്ത് ഇനിയൊരു എക്സ്ചേഞ്ച് ഉണ്ട്, അത് MCX എന്ന് പറയും, അതായത് മൾട്ടി കമോഡിറ്റി എക്സ്ചേഞ്ച്. ഇതാണ് MCX, മൾട്ടി കമോഡിറ്റി എക്സ്ചേഞ്ച്. അതിൽ ആ വേർഡിൽ തന്നെ ഉണ്ട് എന്താണ്, കമോഡിറ്റീസ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നവരാണ്. ആ എക്സ്ചേഞ്ചിനെ വിളിക്കുന്ന പേരാണ് MCX. ഇപ്പോൾ കമോഡിറ്റീസ് NSE വഴിയും നമുക്ക് ട്രേഡ് ചെയ്യാം. ബട്ട് നോർമലി ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്നത് എന്താണ്, MCX വഴി ട്രേഡ് ചെയ്യാം. സോ ബേസിക് ഇനിയും പലതരത്തിലുള്ള എക്സ്ചേഞ്ചസ് വേറെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് ഇതൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. പക്ഷെ നമുക്കിപ്പോൾ വേണ്ടുന്നത് എന്താണ്, നമ്മൾ എക്സ്ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ആസ് എ ട്രേഡർ നമുക്കൊരു ബിഗിനർ ട്രേഡിങ്ങിലേക്ക് വരുന്ന ബിഗിനേഴ്സിന് അറിഞ്ഞിരിക്കേണ്ട 3 പ്രധാനപ്പെട്ട എക്സ്ചേഞ്ചസ് എന്ന് പറയുന്നത് BSE, NSE ആൻഡ് MCX, മൾട്ടി കമോഡിറ്റി എക്സ്ചേഞ്ചസ്. ഓക്കെ, അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്താണ്, ഒരു എക്സ്ചേഞ്ചിൽ നിന്ന് നമുക്ക് നേരിട്ട് ഷെയർ വാങ്ങാനും വിൽക്കാനും അറ്റ് പ്രസന്റ് ആസ് എ റീറ്റെയിലർ നമുക്ക് കഴിയുന്നില്ല. പകരം നമ്മൾക്ക് അതായത് ട്രേഡറിനും എക്സ്ചേഞ്ചിനും ഇടയിൽ പ്രവർത്തിക്കുന്ന, നമ്മൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗക്കാരെ നമ്മൾ എന്തെന്ന് പറയുന്നു, ബ്രോക്കേഴ്സ് എന്ന് പറയുന്നു, ഷെയർ ബ്രോക്കേഴ്സ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന നമ്മളുടെ സെറോദ ഒരു ബ്രോക്കർ ഫിർമാണ്. അതേമാതിരി അപ്സ്റ്റോക്സ് ഉണ്ട്, ഏഞ്ചൽ വൺ ഉണ്ട്, ധൻ ഉണ്ട്, ഫയേഴ്സ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് സർവ്വസാധാരണമായിട്ട് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. നിങ്ങൾ ആർക്കെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ലിങ്ക് കമൻറ്റിൽ കൊടുത്തിരിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ബ്രോക്കർ. അപ്പോൾ ഇവിടെ ആരായി, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ അടുത്തത് ആരാ വരുന്നത്, ബ്രോക്കർ വരുന്നു. ബ്രോക്കർ കഴിഞ്ഞിട്ട് ആരാ വരുന്നത്, ട്രേഡേഴ്സ്. സോ ട്രേഡറിനും സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും നടുവിൽ ആരാ നിൽക്കുന്നത്, ബ്രോക്കർ. അപ്പോൾ ബ്രോക്കർ നമുക്ക് എന്ത് തരുന്നു, ബ്രോക്കർ നമുക്ക്
ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തരുന്നു. എങ്ങനെ ഉണ്ടാക്കി തരുന്നു? നമ്മൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ നമുക്ക് ബ്രോക്കറിലൂടെ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ നമുക്ക് അനുവാദം ലഭിക്കും. അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് ബ്രോക്കറിൻ്റെ ടെർമിനോളജീസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രോക്കറിൻ്റെ ടെർമിനോളജീസ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വഴി, മൊബൈൽ ആപ്ലിക്കേഷൻ, അത് ആൻഡ്രോയിഡോ ഐഫോണോ ഉപയോഗിച്ച് നിങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ അവരുടെ ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങൾക്ക് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ഫോർമാലിറ്റീസ് ഫിനിഷ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഡിമാറ്റ് അക്കൗണ്ടിലൂടെ വേണം നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഷെയർ മാർക്കറ്റിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, അത് ഏതോ ആയിക്കോട്ടെ, അത് നമുക്ക് ട്രേഡ് ചെയ്യാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്ചേഞ്ചിനെ പറ്റി പഠിച്ചു, ബ്രോക്കറിനെ പറ്റി പഠിച്ചു, ബ്രോക്കറിൽ നിന്ന് നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്നുള്ള കാര്യം പഠിച്ചു. അടുത്തത് ഡിമാറ്റ് അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യേണ്ടുന്നത്? നമുക്ക് പലതരം ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് ഈക്വിറ്റീസ്, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, കമ്മോഡിറ്റീസ് മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള അവസരം നമുക്ക് ലഭിക്കത്തുള്ളൂ. ഓക്കെ, ഇനി നാലാമതൊരാളും കൂടി ഉണ്ട്, അതും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അവരാണ് ഡെപ്പോസിറ്ററീസ്. ഡെപ്പോസിറ്ററീസ് എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ, ഡെപ്പോസിറ്ററി തന്നെയാണ്. നമ്മൾ ബാങ്കിലൊക്കെ ഡെപ്പോസിറ്റ് ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ട്? ലോക്കർ ഫെസിലിറ്റി എന്നൊരു സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ ചെറിയൊരു ഒരു ഒരു യൂസ് കേസ് സിനാരിയോ പറയാം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പാർട്ടിസിപ്പൻസിനെ പിടികിട്ടും. നമ്മൾ ഒരു ജ്വല്ലറിയിൽ പോകുന്നു, ജ്വല്ലറിയിൽ നിന്നും കുറച്ച് സ്വർണം മേടിക്കുന്നു. ജ്വല്ലറിയിൽ ഒരുപാട് സ്വർണ്ണമുണ്ട്, അവിടെ നിന്ന് നമ്മൾ സ്വർണം കുറച്ച് മേടിക്കുന്നു. നമ്മൾ നേരെ ജ്വല്ലറിയിൽ പോകുന്നു, സ്വർണം കാശ് കൊടുത്ത് കുറച്ച് സ്വർണം നമുക്ക് മേടിക്കുന്നു, വീട്ടിൽ കൊണ്ടുവരുന്ന സ്വർണത്തെ നമ്മൾക്ക് എന്താ പറയുക, സെക്യൂരിറ്റി ഇല്ല, സേഫ് അല്ല, കള്ളന്മാർ വന്നിട്ട് കട്ടുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഭയമുള്ളപ്പോൾ നമ്മൾ ആ സ്വർണത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരു തേർഡ് പാർട്ടി ആയിട്ടുള്ള നമ്മൾ ബാങ്ക്സിൽ സമീപിക്കുന്നു. ബാങ്കിൽ പോയിട്ട് നമുക്കൊരു ലോക്കർ ഫെസിലിറ്റി അവർ അറേഞ്ച് ചെയ്ത് തരും. പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ ലോക്കർ ഫെസിലിറ്റി അറേഞ്ച് ചെയ്ത് തരും അല്ലേ. ആ ലോക്കർ ഫെസിലിറ്റിയിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള മാത്രം ലോക്കർ, ഒരുപാട് ലോക്കേഴ്സ് ഇങ്ങനെ ഉണ്ടാവും അല്ലേ. അതിൽ നമുക്ക് വേണ്ടി മാത്രം അവരൊരു കീയും ഡ്രോയറും തരും. ആ ഡ്രോയ്ക്കുള്ളിൽ എന്ത് നമ്മൾ വെക്കുന്നോ അതെന്ന് വെച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. ആ സ്വർണ്ണത്തെ നമുക്ക് അതിനകത്തുള്ളിൽ വെച്ച് നമുക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ കസ്റ്റഡിയിലായിരിക്കും. പക്ഷെ നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല. എന്നാൽ നമ്മുടെ കയ്യിൽ സ്വർണം ഫിസിക്കലി നമ്മുടെ കയ്യിൽ കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ ഇല്ല എന്നാണോ അർത്ഥം? നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന വേർഡ്, ഡിമാറ്റ് എന്ന് പറയുന്ന വാക്കിനർത്ഥം എന്താണ്? ഡിമെറ്റീരിയലൈസ്ഡ് ഫോർമാറ്റ്. എക്സ്ചേഞ്ചിലേക്ക് നമ്മൾ ഒരു സ്റ്റോക്കോ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വാങ്ങുന്നു, ഒരു സ്റ്റോക്ക് നമ്മൾ വാങ്ങുന്നു. നമ്മൾ ഇന്ന സ്റ്റോക്ക്, സേ ഫോർ എക്സാമ്പിൾ ഇൻഫോസിസിന്റെ ഒരു 10 സ്റ്റോക്ക് നിങ്ങൾ വാങ്ങിച്ചു. ആര് മുഖാന്തരം? നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പോൾ ധന്നിന്റെ ബ്രോക്കർ ആപ്പ് എടുക്കുക. ധന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തു, ധന്നിന്റെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ എല്ലാം റെഡിയായി, ഫോർമാലിറ്റീസ് ഒക്കെ ഫിനിഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇൻഫോസിസിന്റെ ഒരു 10 ഷെയർസിന് വേണ്ടിയിട്ട് നിങ്ങൾ മാർക്കറ്റ് പ്രൈസ് വാട്ടെവർ നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് കൊടുത്ത് നിങ്ങൾ ഷെയർ വാങ്ങിച്ചു എന്ന് നമ്മൾ നോക്കുമ്പോഴേക്കും നമ്മുടെ ബ്രോക്കർ നമുക്ക് എന്ത് കാണിച്ചു തരുന്നു? ഡിമാറ്റ് അക്കൗണ്ടിന്റെ നമ്മുടെ അക്കൗണ്ടിൽ 10 നമ്പേഴ്സ് ഓഫ് ഇൻഫോസിസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ അക്കൗണ്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ആ ഷെയർ എവിടെ? ആക്ച്വലി ആരാണ് അതിനെ സൂക്ഷിക്കുന്നത്? ആരാണ് നമുക്ക് വേണ്ടി അതിനെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത്? അതാണ് ഡെപ്പോസിറ്ററീസ്. ഇന്ത്യയിലുള്ള മേജർ ഡെപ്പോസിറ്ററീസ് എന്ന് പറയുന്ന 2 പേരാണ്. ഒന്ന് CDSL, ഇനി ഒന്ന് NSDL എന്ന് പറയും. ഓക്കെ, സെൻട്രൽ ഡെപ്പോസിറ്ററി ലിമിറ്റഡ്, ഫുൾ ഫോം നിങ്ങൾ തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കൂ. ഒന്ന് CDSL, അതും ഒരു ലിമിറ്റഡ് കമ്പനി, തനിയൊരു കമ്പനി തന്നെയാണ് CDSL. NSDL ഇനി അടുത്ത് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നു. NSDL, CDSL. അപ്പൊ ഡെപ്പോസിറ്ററിയുടെ പ്രത്യേകത എന്താണ്? നമ്മൾ ഷെയർ മാർക്കറ്റിൽ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നു, നമുക്ക് ഷെയർ മാർക്കറ്റ് ആ ഷെയർ അലോട്ട് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ ഇന്നാണ് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ ഷെയർ നിങ്ങളുടെ പേരിൽ അലോട്ട്മെന്റ് നടക്കും. ഇന്ന് വൈകുന്നേരം മാർക്കറ്റ് ക്ലോസ് ആയതിനു ശേഷം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഷെയർ, അല്ലെങ്കിൽ നമ്മൾ സ്വർണം വാങ്ങിച്ചിട്ട് വന്നു എന്ന് പറയുന്ന ആ സ്വർണത്തിന് നേരെ ആ എക്സ്ചേഞ്ച് എവിടേക്ക് അയക്കുകയാണ്? ആ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റോക്ക്, ആ 10 ഷെയർ എവിടെ അയക്കും? നേരെ ഡെപ്പോസിറ്ററിയിലേക്ക് അയക്കും. ഡെപ്പോസിറ്ററി എന്ത് ചെയ്യും? നമ്മുടെ പേരിൽ ലോക്കർ ഓപ്പൺ ചെയ്ത് അത് നമ്മൾക്ക് വേണ്ടിയിട്ട് സുരക്ഷിതമായിട്ട് വെക്കുന്നു. പക്ഷെ അത് എന്തിൻ്റെ പേര്? ഡിജിറ്റലായിട്ട് ചെയ്യുന്നു എന്നുള്ളത്. എന്താണ്? ഡിജിറ്റലായിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇനി നമ്മുടെ അനുവാദം ഇല്ലാതെ
ആ ഒരു 10 സ്റ്റോക്ക് വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാലാകാലങ്ങൾ നമ്മൾ അതിനെ ഇനി സെല്ല് ചെയ്യണമെന്നോ എന്താണോ നമ്മളുടെ ഡിസിഷൻ അതനുസരിച്ചിട്ട് ഈ പറയുന്ന ഡെപ്പോസിറ്ററി എന്ത് ചെയ്യും, നമുക്ക് വിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും നമ്മൾ ആപ്പ് എടുക്കുന്നു, നമ്മൾ സെല്ല് കൊടുക്കുന്നു, അത് നേരെ ബ്രോക്കർ അത് ആ ഒരു ഇൻസ്ട്രക്ഷൻ സ്വീകരിച്ച് നേരെ എക്സ്ചേഞ്ചിലേക്ക് പാസ് ചെയ്യുന്നു. എക്സ്ചേഞ്ച് എന്ത് ചെയ്യുന്നു, എക്സ്ചേഞ്ച് നേരെ ആ ഇൻഫർമേഷൻ ഡെപ്പോസിറ്ററിയിലേക്ക് അയക്കുന്നു. ഉടനെ അവർ ആ ലോക്കർ തുറന്ന് നമ്മുടെ സ്റ്റോക്ക് പുറത്തെടുക്കുന്നു. ആ പുറത്തെടുക്കുന്ന സ്റ്റോക്ക് എന്തിലേക്ക് കൊണ്ടുവരുന്നു, അത് ഇപ്പോൾ വേറെ ആരെങ്കിലും ആവശ്യക്കാരിലുള്ളവർക്ക് അത് അങ്ങനെ കൊടുക്കുന്നു. അതിന്റെ ഡിഫറൻസ് എന്താണോ, അത് പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും അതിന്റെ ഡിഫറൻസ് ഓഫ് റേറ്റ്, നമ്മൾ വാങ്ങിയതും നമ്മൾ വിൽക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ് എത്ര, അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അത് എന്ത് ചെയ്യുന്നു, തിരിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് തിരിച്ചു തരും. സോ ഈ ഒരു മെക്കാനിസമാണ് ഷെയർ മാർക്കറ്റിൽ ഒരു പ്രാക്ടിക്കൽ സെൻസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം. ഇതൊക്കെ ഡിജിറ്റലി ആണ് എല്ലാം നടക്കുന്നത്, ഇതൊന്നും മാനുവലി നടക്കുന്ന ഓപ്പറേഷൻസ് അല്ല, ഇതെല്ലാം ഓട്ടോമേറ്റഡ് ആയിട്ട് നടക്കുന്ന പ്രോസസ്സാണ് എന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കുക. പക്ഷെ ഇതിന്റെ പ്രോസസ് ഫ്ലോ ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടുത്തെ ഇഷ്യൂ ചെയ്യുന്നത് എക്സ്ചേഞ്ച് ആണെങ്കിലും എക്സ്ചേഞ്ചിന് എന്താ പറയുക, ലിമിറ്റഡ് അതോറിറ്റിയേ ഉള്ളൂ. ഏറ്റവും വലിയ കസ്റ്റോഡിയൻ ആരാണ്, നമ്മൾ തന്നെയാണ്. നമുക്ക് വേണ്ടി ഇത്രയും പ്രോസസ് ചേഞ്ച് ഒക്കെ ഇവിടെ നടക്കുകയാണ്. അപ്പോൾ ഒരു ഷെയർ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും നമ്മൾക്ക് ഇതിനിടയിൽ എന്ത് സംഭവിക്കുന്നു, ഈ പറയുന്ന മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്. ഇപ്പൊ ഇവിടെ ആരൊക്കെയാണ് പാർട്ടിസിപ്പൻസ്? നിങ്ങൾ ഒരു പാർട്ടിസിപ്പന്റ് അല്ലേ, ആസ് എ ട്രേഡർ നിങ്ങൾ ഒരു പാർട്ടിസിപ്പന്റ് ആണ്. അടുത്തത് ബ്രോക്കർ, അവരും ഒരു പാർട്ടിസിപ്പന്റ് ആണ്. നമുക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ, എക്സ്ചേഞ്ചിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാനും അവിടെ നിന്ന് തിരിച്ച് ഇൻഫർമേഷൻ പാസ് ചെയ്യാനും നമ്മുടെ കണക്കും കാര്യങ്ങളും ഒക്കെ ലാഭനഷ്ടങ്ങളെയൊക്കെ നമുക്ക് കാട്ടിത്തരുന്നതൊക്കെ ആരാണ്? ബ്രോക്കറിന്റെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ബ്രോക്കർ എക്സ്ചേഞ്ചിൽ നിന്ന് കിട്ടുന്ന ഡേറ്റാസിനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കി തരുന്നു. അപ്പൊ ബ്രോക്കർ ഒരു പാർട്ടിസിപ്പന്റ് ആണ്. ഇനി നേരെ എക്സ്ചേഞ്ച് ഒരു പാർട്ടിസിപ്പന്റ് ആണ്. എക്സ്ചേഞ്ച് എന്ത് ചെയ്യുന്നു, നമുക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന നമ്മളുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് അവർ ഏതാണോ നമ്മളുടെ സ്റ്റോക്ക് അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണോ അതനുസരിച്ചിട്ട് അവർ ആക്ട് ചെയ്യുന്നു. അതിന്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് അത് ഇതെന്ന് ഒത്തിരി കാര്യങ്ങളില്ലേ, നമുക്കതൊക്കെ ഇനി ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്തൊക്കെയായിരിക്കും വരുന്നത്. അതെല്ലാം നടത്തുന്നു. അതിന് നേരെ ഡെപ്പോസിറ്റിലേക്ക് അയക്കേണ്ടതാണെങ്കിൽ അയക്കുന്നു, അവിടുന്ന് പുറത്തെടുക്കേണ്ടതാണെങ്കിൽ പുറത്തെടുക്കുന്നു, അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് പാസ് ചെയ്യുന്നു. ഇതിനെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരു രാജാവുണ്ട്. അതാരാണ്? അതാണ് സെബി, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് എന്ന് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടുന്ന കാര്യം. അതവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്താണ്, എന്തൊക്കെ തരം പ്രോഡക്ട്സ് നമുക്ക് ഈ പറയുന്ന മാർക്കറ്റ് പാർട്ടിസിപ്പൻസിലൂടെ നമുക്ക് ആസ് എ ട്രേഡർ നമുക്ക് എക്സിക്യൂഷനിലേക്ക് പോകാം. ഞാൻ ചെറുതായിട്ടൊരു ഹിന്റ് കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. ഇല്ലെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈക്വിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? ഷെയർസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന സംവിധാനങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഷെയർസ് നമുക്ക് വാങ്ങാം, ഷെയർസ് നമുക്ക് വിൽക്കാം അല്ലേ. അപ്പൊ അതൊരു പ്രോഡക്റ്റ് ആയി. ഇനി അടുത്തൊരു പ്രോഡക്റ്റ് ഉണ്ട്, എന്താണ്? ഫ്യൂച്ചേഴ്സ്. അത് ഒരു കൈൻഡ് ഓഫ് ഇൻസ്ട്രുമെന്റ്. എന്താണ് ഫ്യൂച്ചേഴ്സ് എന്താണെന്നും അതിന്റെ ഡീറ്റെയിൽസിനെ പറ്റി നമുക്ക് വരുന്ന വീഡിയോസിൽ നമുക്ക് തീർച്ചയായിട്ടും കവർ ചെയ്യാം. ഇനിയൊരു പ്രോഡക്റ്റ് ഉണ്ട്, എന്താണ്? ഓപ്ഷൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രേഡബിൾ ഇൻസ്ട്രുമെന്റ് അല്ല. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതൊരു സെപ്പറേറ്റ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു ടോപ്പിക്ക് തന്നെ നമ്മൾ ഒരു തനി പ്ലേലിസ്റ്റ് ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ ഇക്വിറ്റീസ്, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ് ഇത്രയും മാത്രമേ ഉള്ളൂ. ഇനിയും ഉണ്ട്. എന്താണ്? കമോഡിറ്റീസ്. ഞാൻ പറഞ്ഞു NCX അതൊരു എക്സ്ചേഞ്ച് ആണ്. ആ എക്സ്ചേഞ്ചിലൂടെ നമുക്ക് എന്തൊക്കെ ചെയ്യാം? കമോഡിറ്റീസ് ചെയ്യാന്ന് പറഞ്ഞു. ഈ കമോഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ തന്നെ ഡിഫറെന്റ് ഐറ്റംസ് ഉണ്ട്. എന്താണ്? ബുള്ളിയൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബുള്ളിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഗോൾഡ്, സിൽവർ. നമ്മൾ മാർക്കറ്റിൽ ഗോൾഡ്, സിൽവർ പോലുള്ള കമോഡിറ്റീസ് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ NCX എന്ന് പറഞ്ഞ എക്സ്ചേഞ്ചിലൂടെ നമ്മുടെ ബ്രോക്കറിന്റെ സഹായത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ട്രേഡ് ചെയ്യാം. ഇനി ഗോൾഡും സിൽവറും മാത്രമാണോ ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്? അല്ല, ബേസ് മെറ്റൽസ് വേറെയും ട്രേഡ് ചെയ്യാം. എന്തൊക്കെയാണ്? കോപ്പർ, സിൽവർ, അലുമിനിയം, ലെഡ് മുതലായ പ്രോഡക്ട്സും വേറെ ഒത്തിരി ഉണ്ട് പ്രോഡക്ട്സ്. അപ്പോൾ ഇത്തരം പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് ഏതിലൂടെ ബേസ്, അതിന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പറയുന്ന പേരാണ് ബുള്ളിയൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പറയുന്നതാണ് ഗോൾഡും സിൽവറും.
എന്നാൽ ബുള്ളിയൻസ് കഴിഞ്ഞ് അടുത്ത ബേസ് മെറ്റൽസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഈ പറയുന്ന കോപ്പർ, അലുമിനിയം, സിങ്ക്, ലെഡ് മുതലായ കമോഡിറ്റീസ് നമുക്ക് ഈ പറയുന്ന എക്സ്ചേഞ്ചസിലൂടെ നമുക്ക് ട്രേഡ് ചെയ്യാം. ഇനി അടുത്ത് ബേസ് മെറ്റൽസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ബേസ് മെറ്റൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതൊക്കെയാണ്. ഇനി അടുത്തത് എനർജി സെക്ടറിലുള്ള കമോഡിറ്റീസ് എന്തൊക്കെയായിരിക്കും? എനർജി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും അറിയാം എന്താണ്. ഓയിൽ, അതൊരു എനർജിയാണ്. നാച്ചുറൽ ഗ്യാസ്, അതൊരു കൈൻഡ് ഓഫ് എനർജി പ്രൊഡക്റ്റ് ആണ്. അതും നമുക്ക് ഏതിലൂടെ ട്രേഡ് ചെയ്യാം? ഈ പറയുന്ന MCX എന്ന് പറയുന്ന കമോഡിറ്റി മാർക്കറ്റിലൂടെ നമുക്ക് ട്രേഡ് ചെയ്യാം. ഓക്കെ, ഇനിയും വേറെ പ്രൊഡക്റ്റ് ഉണ്ട്. അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് നമുക്ക് ട്രേഡ് ചെയ്യാം കമോഡിറ്റി മാർക്കറ്റിലൂടെ. നമ്മൾ കമോഡിറ്റി കണ്ണുകൊണ്ട് കാണേണ്ട കാര്യം പോലും ഇല്ല, പക്ഷെ നമുക്ക് കമോഡിറ്റീസ് ട്രേഡ് ചെയ്യാം. അത് ഏതൊക്കെ തരം പ്രൊഡക്റ്റ് ആണ്? കോട്ടൺ, തീർച്ചയായിട്ടും കോട്ടൺ പ്രൊഡക്റ്റ് ആണ്. പിന്നെ സോയ നമുക്ക് ട്രേഡ് ചെയ്യാം. അത്തരത്തിൽ ഒരുപാട് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ഉണ്ട്. ഞാൻ 1-2 എക്സാമ്പിൾസ് പറഞ്ഞു എന്നേ ഉള്ളൂ, നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ്. അപ്പോൾ ഇത്തരം കമോഡിറ്റീസ് ഓൾസോ നമുക്ക് ഏത് വഴി ട്രേഡ് ചെയ്യാം? നമുക്ക് എക്സ്ചേഞ്ച് വഴി ട്രേഡ് ചെയ്യാം. ഇനിയും നമുക്ക് കമോഡിറ്റിയുടെ അകത്ത് തന്നെ നമുക്ക് കറൻസീസിനെയും ട്രേഡ് ചെയ്യാം. പെയേഴ്സ്, INR പെയേഴ്സിനെ വെച്ചിട്ട് നമുക്ക് കറൻസീസിനെയും നമുക്ക് ട്രേഡ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം പോരാഞ്ഞിട്ട് ഇനി അടുത്ത വരുന്നൊരു സർപ്രൈസ് ഉണ്ട്. എന്തൊക്കെയാണ്? മ്യൂച്വൽ ഫണ്ട്സ്. മ്യൂച്വൽ ഫണ്ട്സ് നമുക്ക് 2 തരം മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. ഒന്ന് SOA എന്ന് പറയും, സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഉണ്ട്. ഇനി ഒന്ന് ഡിമാറ്റ് ഫോർമാറ്റിലുണ്ട്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിൽ ഡിമാറ്റ് ഫോർമാറ്റിലുള്ള മ്യൂച്വൽ ഫണ്ട്സ് എല്ലാം നമുക്ക് ഏതിലൂടെ ട്രേഡ് ചെയ്യാം? നമ്മുടെ ബ്രോക്കറിന്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ട്രേഡ് ചെയ്യാം. സോ വൺസ് അഗെയിൻ ഞാൻ പറയുന്നു, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഡിമാറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, അപ്പോൾ ഡിമാറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ്. ഇപ്പോൾ SOA എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് AMC, അസറ്റ് മാനേജ്മെന്റ് കമ്പനീസിന്റെ അണ്ടറിൽ പ്രവർത്തിപ്പിക്കുന്ന ഡിമാറ്റ്സ് അവർ ഇഷ്യൂ ചെയ്യുന്ന, അത് നമുക്ക് ഏത് വഴി വാങ്ങാൻ കഴിയും? അത് ഒരിക്കലും ഡിമാറ്റ് വഴി വാങ്ങാൻ കഴിയില്ല. അത് നമുക്ക് ഈ പറയുന്ന ഇപ്പോൾ SBI എന്ന് പറയുന്ന ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ്, HDFC ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ്, ICICI ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ്, മോത്തിലാൽ ഓസ്വാൾ ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. സോ ഇത്തരം കമ്പനീസ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. അവരുടെ തന്നെ ഡിമാറ്റ് അക്കൗണ്ട് ഫോർമാറ്റിലുള്ള മ്യൂച്വൽ ഫണ്ട്സ് നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്ത് നമുക്ക് തന്നെ നേരിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്താം. നമുക്ക് തന്നെ അതിന്റെ ബെനിഫിറ്റ്സ് എടുക്കാൻ പറ്റും. നമുക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാൻ പറ്റും. മ്യൂച്വൽ ഫണ്ടിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ നമുക്ക് ഇതിൽ നിങ്ങൾക്ക് ചെയ്യാം. ചെറിയ തോതിൽ നിങ്ങൾക്ക് 100 രൂപ മുതലോ 200 രൂപ മുതലോ ഡെയിലിയോ വീക്കിലിയോ മന്ത്ലിയോ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന തുക എത്രയോ അത് നിങ്ങൾക്ക് ഡിമാറ്റ് ഉപയോഗിച്ച്, ആരെ ആശ്രയിക്കാണ്ട് നിങ്ങൾക്ക് ഡിമാറ്റ് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് വരും വീഡിയോയിൽ പഠിക്കാം. ഇനിയൊരു പ്രോഡക്റ്റ് ഉണ്ട്, എന്താണെന്നറിയോ? അതാണ് ETF. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. എന്താണ് ETF? സിമ്പിൾ. ഒരുപാട് പേർക്ക് എന്താ പറയുക, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർസ് വാങ്ങി വിൽക്കുക, അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുക, ഇത് മാത്രം. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഓയിലും ഗ്യാസും ഒക്കെ ട്രേഡ് ചെയ്യാം എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ട്. പക്ഷേ ETF പോലുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള എന്നാൽ വളരെ ചെറിയ തോതിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്സ്, നമ്മൾ ഈ വീട്ടിൽ കുടുക്കയൊക്കെ പണ്ട് കാലത്ത് കുടുക്കയൊക്കെ ഇട്ട് നമ്മൾ കാശ് ഇടുന്നത് പോലെ കുഞ്ഞു കുട്ടികൾക്ക് പോലും, നിങ്ങളുടെ മക്കൾക്ക് പോലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രത്യേകത എന്താണ്, ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യകത എന്താണ്, നിക്ഷേപിക്കുന്നതിന്റെ ആവശ്യകത എന്താണെന്നൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും വളരെ ഹെൽപ്ഫുൾ ആകുന്ന പ്രോഡക്റ്റുകളാണ് ETF എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ. കാശിന് ശേഖരിച്ച് വെക്കുന്ന എങ്ങനെ മിസ്യൂസ് ചെയ്യാണ്ട് 100 രൂപ 200 രൂപ പോക്കറ്റ് മണി ഇതൊക്കെ കിട്ടുന്നതൊക്കെ നിങ്ങൾ അവരെ പ്രേരിപ്പിക്കാൻ, അവർക്ക് വരും ഫ്യൂച്ചറിലേക്ക് ഒരു വലിയ മുതൽക്കൂട്ടാക്കി മാറ്റാൻ എന്ത് ശീലം, സേവിങ്സ് ശീലം ഉണ്ടാക്കി കൊടുക്കുക. അതിന് നിങ്ങൾക്ക് ETF പോലുള്ള പ്രോഡക്ട്സ് നമുക്ക് ഉപകരിക്കാം. ഗോൾഡ് ബീസ് അതൊരു ETF ആണ്, നിഫ്റ്റി ബീസ് അതൊരു ETF ആണ്, ബാങ്ക് ബീസ്, ഇതൊക്കെ 100 രൂപയ്ക്ക് പോലും നിങ്ങൾക്ക് ഗോൾഡിൽ നിക്ഷേപിക്കാം. അത് ഒരു കാലത്തും ഈക്വലൻ ടു ഈക്വിറ്റി. അതായത് ഇതിന് വേറൊരു പ്രത്യേകതയും കൊണ്ടുണ്ട് കേട്ടോ. ഞാനിത് പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇനിയൊരു ക്ലാസ് വീഡിയോ തന്നെ എടുക്കാം. എന്നാൽ ചെറിയ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഹിന്റ് തരാം. ഇപ്പോൾ നിങ്ങളൊരു കമ്പനിയുടെ ഷെയർ വാങ്ങുകയാണെങ്കിൽ ആ ഷെയറിന്റെ വളർച്ചയും അല്ലെങ്കിൽ അതിന്റെ തളർച്ചയും അതിനെ ആശ്രയിച്ചിരിക്കുന്നത് ഏതിനാണ്? ആ കമ്പനിയെ ആശ്രയിച്ചിരിക്കും, അല്ലേ? കമ്പനീസ് എന്ന് പറയുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം
നമ്മൾ സെലക്ട് ചെയ്യുന്ന കമ്പനീസ് എത്ര നല്ലതാണെങ്കിൽ പോലും ചിലപ്പോൾ എന്ത് മാർക്കറ്റിന്റെ റിസ്ക് എന്നൊരു സംഭവമുണ്ട്. റിസ്ക് ഫാക്ടേഴ്സ് എപ്പോഴും മാർക്കറ്റിൽ സഞ്ചരിക്കും. നിങ്ങൾ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, മ്യൂച്വൽ ഫണ്ട്സ് ആർ സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക്, ബ്ലാ 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 എന്ന് കുറെ ബ്ലാ ബ്ലാ നമ്മൾ കേൾക്കാറുണ്ട്. അതെന്ന് പറയുന്നത് മാൻഡേറ്ററി ആയിട്ട് മാർക്കറ്റിനോട് ചേർന്ന് സഞ്ചരിക്കുന്ന റിസ്ക്കും ഉണ്ടാവും. പക്ഷേ ETF പോലുള്ള പ്രൊഡക്റ്റുകൾക്ക് തീർച്ചയായിട്ടും റിസ്ക് ഇല്ലേന്ന് ചോദിച്ചാൽ റിസ്ക് ഉണ്ടാവും, പക്ഷെ റിസ്കിന്റെ അളവ് വളരെ കുറവായിരിക്കും. കാരണം അത് വലിയ ഒരു പർട്ടിക്കുലർ കമ്പനി അല്ല ഫോളോ ചെയ്യുന്നത്, പകരം അത് ഒരു മൊത്തത്തിൽ ഒരു കൂട്ടം കമ്പനീസിനെ ഫോളോ ചെയ്യുന്ന ETF ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ ഗോൾഡ് ETF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ലോക മാർക്കറ്റിൽ ഗോൾഡിന്റെ വില കൂടുകയോ കുറയോ ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് ആ ETF-ന്റെ വാല്യൂ കൂടുകയും കുറയുകയും ചെയ്യും. വളരെ സേഫാണ്, സെക്യൂർഡ് ആയിട്ടുള്ള, നിയന്ത്രിതമായിട്ടുള്ള, കൺട്രോൾഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സിനും നിങ്ങൾക്ക് അതിലൂടെ ഇപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം, ഏത് കാലഘട്ടത്തിലാണെങ്കിലും ശരി, ഗോൾഡോ സിൽവറോ കോപ്പറോ അലുമിനിയമോ പിന്നെ നിഫ്റ്റിയോ സെൻസെക്സോ എന്തോ ആയിക്കോട്ടെ, ഈ പറയുന്ന ഇൻഡെക്സുകളൊക്കെ എന്താ സംഭവിക്കുക, അത് വർഷാവർഷം നമുക്ക് ഓരോ പർട്ടിക്കുലർ ഡേയ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഒരു മാസത്തിൽ നോക്കിയാലോ ഒരാഴ്ചയിൽ നോക്കിയാലോ ഒരു ദിവസത്തിൽ നോക്കിയാലോ ചിലപ്പോൾ വലിയ കയറ്റം വലിയ ഇറക്കമൊക്കെ കണ്ടെന്ന് വരാം. പക്ഷെ ഓവർ എ ലോങ് പീരിയഡിൽ നമ്മൾ എല്ലാറ്റിനെയും വിലയിരുത്തുമ്പോൾ ഒരു 5 കൊല്ലത്തേക്കൊക്കെ നിങ്ങൾ 100, 200, 300 രൂപ വെച്ചിട്ടൊക്കെ നിങ്ങൾ ഒരു പർട്ടിക്കുലർ ETF-ലൊക്കെ നിങ്ങളെ മക്കളെ കൊണ്ട് തന്നെ എന്താ പറയുക, ഒരു സമ്പാദ്യശീലം വളർത്തിയെടുപ്പിക്കാൻ നിങ്ങൾക്ക് അവർക്ക് ഡിജിറ്റലായിട്ട്, ഇപ്പോഴത്തെ പണ്ടത്തെ കാലത്തെ പോലെ കുടുക്കയിലൊക്കെ ഉണ്ടാക്കി, ഇപ്പൊ ആരുടെ കയ്യിലും ചില്ലറയില്ല. UPI വന്നതോട്, ഗൂഗിൾ പേ ഒക്കെ വന്നതോടുകൂടി ഇപ്പൊ ആരുടെ കയ്യിലും ചില്ലറ പോലും ഇല്ല. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിലും ശേഖരിച്ചു വെക്കാം. ഇപ്പൊ നിങ്ങൾ ചില്ലറ ശേഖരിച്ചു വെക്കുന്ന രീതിയിൽ നിങ്ങൾ കൺസിഡർ ചെയ്താൽ പോലും സമ്പാദ്യശീലം വളർത്തിയെടുക്കാനൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കും അതുമാതിരി ഉപകാരപ്പെടും, അതേമാതിരി മക്കൾക്കും അത് പകർന്നു കൊടുക്കാനും സാധിക്കും. സോ പ്രോഡക്ട്സ് അപ്പോൾ എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ നോട്ട് ചെയ്ത് വെച്ചോളൂ. ETFs നമുക്ക് ട്രേഡ് ചെയ്യാം, ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യാം, ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാം, ദെൻ കമ്മോഡിറ്റീസ് ട്രേഡ് ചെയ്യാം. കമ്മോഡിറ്റീസിൽ തന്നെ വേരിയസ് ടൈപ്സ്, ഗോൾഡ് സിൽവർ പോലുള്ള സാധനം ട്രേഡ് ചെയ്യാം. പിന്നെ ബേസ് മെറ്റൽസ് ആയിട്ടുള്ള കോപ്പർ, ലെഡ്, അലുമിനിയം മുതലായ കാര്യങ്ങൾ നമുക്ക് ട്രേഡ് ചെയ്യാം. പിന്നെ അടുത്തത് അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ആയിട്ടുള്ള കോട്ടൺ, പിന്നെ സോയ, പിന്നെ ഓയിൽസ്, ഡിഫറെൻറ്റ് അതർ ഓയിൽസ്, അതൊക്കെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് എനർജി ആയിട്ടുള്ള ക്രൂഡ് ഓയിൽ നമുക്ക് ട്രേഡ് ചെയ്യാം, നാച്ചുറൽ ഗ്യാസസ് ട്രേഡ് ചെയ്യാം. പിന്നെയാണ് നമുക്ക് മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. ഇതിനെല്ലാത്തിനെയും നമുക്ക് വേറൊരു ഓപ്ഷനും കൂടിയുണ്ട്. എന്താണ്, ഇതിനെ തന്നെ നമുക്ക് പ്ലഡ്ജ് ചെയ്യണോ, പ്ലഡ്ജ് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് കാശ് എടുത്തിട്ട് വേറെ ട്രേഡും ചെയ്യാം. സോ എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾ ഇപ്പൊ സ്വർണം നിങ്ങൾ കടയിൽ നിന്നും ഒരു സ്വർണം നിങ്ങൾ ഒരു ഓർണമെന്റ് ആയിട്ട് വാങ്ങി നിങ്ങൾ സൂക്ഷിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് ഡിജിറ്റൽ ഗോൾഡ്. അതും ഇപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, സെബി അംഗീകൃതമായിട്ടുള്ള ഡിജിറ്റൽ ഗോൾഡുകൾ തന്നെ നിങ്ങൾ വാങ്ങണം. അതല്ലാത്തത് ഡിമാറ്റ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതെല്ലാം, നമ്മുടെ ബ്രോക്കർ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതെല്ലാം 100% സെബി അംഗീകൃതമായിരിക്കും എന്നുള്ളതിൽ യാതൊരു മാറ്റവും ഇല്ല. അപ്പോൾ നമ്മൾ എന്തൊക്കെ പ്രോഡക്ട്സ് നമുക്ക് ട്രേഡ് ചെയ്യാമെന്ന് പഠിച്ചു. ഏതൊക്കെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് എന്നൊക്കെ നമ്മൾ മാർക്കറ്റിൽ നമുക്ക് ട്രേഡബിൾ ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്ചേഞ്ചസിനെ പറ്റി നമ്മൾ പഠിച്ചു. ബ്രോക്കേഴ്സിന്റെ റോൾ എന്താണെന്നും പഠിച്ചു. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യുക. മനസ്സിലാക്കുന്നവർ കുറച്ചും കൂടെ ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഞാൻ വിട്ടുപോയിട്ടുള്ള പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ 1 by 1, ഞാൻ കാരണം ഇതൊന്നും എൻ്റെ മുന്നിൽ ഒരു നോട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടോ അല്ല ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. ദയവായി അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വളരെ സന്തോഷത്തോടെ വളരെ സിൻസിയറായിട്ട് നിങ്ങൾ ഓരോരുത്തരും നല്ല ട്രേഡേഴ്സ് ആയിട്ട് മാറണം എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനം നമ്മൾ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. മുന്നോട്ട് ഇനി ഒരുപാട് ക്ലാസ്സസ് മുന്നോട്ട് പോകാനുണ്ട്. ഇതിനിടയിൽ എന്തെങ്കിലും പോയിന്റ്സ് നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ, അല്ല നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. എന്നിട്ട് അതിനുള്ള റെസ്പോൺസ് ന്യായമായിട്ടുള്ള റിപ്ലൈ അർഹിക്കുന്നതാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിന് നല്ല എക്സ്പ്ലനേഷനോട് കൂടി തന്നെ നിങ്ങൾക്ക് റിപ്ലൈയും തരാം. അല്ല പുതുതായിട്ടൊരു വീഡിയോ തന്നെ ചെയ്ത് അതിനുള്ള റിപ്ലൈ തരണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും തരാൻ ഞാൻ തയ്യാറാകും. ഉറപ്പായിട്ടും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എൻ്റെ പേര് ജയകൃഷ്ണൻ. എൻ്റെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇവിടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ്സസും അറ്റൻഡ് ചെയ്യാം. ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാം.
ഓക്കെ. സോ ഇതും ഒരു ക്ലാസ് തന്നെയാണ്. അറ്റൻഡ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ഇതിനെ ഓർഡർലി നിങ്ങൾ തുടക്കം മുതൽ പഠിച്ചു പോയാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കി തരാൻ ഞാൻ ശ്രമിക്കും. നിങ്ങളെ ഞാൻ നല്ലൊരു ട്രേഡർ ആക്കാമെന്നോ 100% നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി തരാമെന്നോ ഒന്നും ഒരിക്കലും നിങ്ങൾ ഒരു വാഗ്ദാനവും ഞാൻ തരില്ല, എന്നെ കൊണ്ട് തരാൻ കഴിയില്ല. അവരവൻ നിങ്ങൾക്ക് ട്രേഡിന്റെ A to Z കാര്യങ്ങൾ, അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഞാൻ ശ്രമിക്കും എന്നുള്ളത് മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാൻ കഴിയുള്ളൂ. സോ താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.